TMCയുടെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിക്കുന്നു. മമതാ ബാനർജിയുടെ യുഗം പൂർണ്ണമായും അവസാനിക്കുന്നു. ഒരുപക്ഷെ TMC തന്നെ ഇല്ലാതാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. 29 MP-മാരാണ് TMCക്കുള്ളത്. അതിൽ 19 മുതൽ 20 പേർ വരെ BJP-യിലേക്ക് റെഡി ടു ജമ്പാണ്. എപ്പോൾ വേണമെങ്കിലും മാറാൻ തയ്യാറാണ്. കൂറുമാറ്റ നിയമമൊക്കെ അനുസരിച്ച് തന്നെയാണ് അവർ മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നത്. 50 MLA-മാർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അവരും BJP-യിലേക്ക് പോകും. പറയുന്ന കാരണം, ഇനി ഒരിക്കലും മമതാ ബാനർജി ബംഗാളിൽ അധികാരം ഏൽക്കില്ല, അധികാരത്തിൽ വരില്ല. മമതാ ബാനർജി കാട്ടിക്കൂട്ടിയതൊക്കെ ബംഗാൾ ജനതയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ ഇനി TMCയെ ആ ഏരിയയിൽ പോലും അടുപ്പിക്കില്ല. മാത്രമല്ല, ഈ 100 കൗൺസിലർമാർ 7 ദിവസം കൊണ്ട് രാജിവെച്ചു. 2011-ൽ 184 സീറ്റാണ് TMCക്ക് ഉണ്ടായിരുന്നത്. 2021-ൽ 215 സീറ്റ്, വലിയ ഭൂരിപക്ഷം. 2026 ആയപ്പോഴേക്കും ഭരണത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് തകർന്ന് തരിപ്പണമായി. ബംഗാളിൽ നിന്ന് അനധികൃതമായി കുടിയേറ്റ ബംഗ്ലാദേശികളുടെ പലായനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ എണ്ണത്തിനെ അവിടെ വച്ചേക്കില്ല എന്ന് പറയുന്നു. അതിർത്തി വേലി കെട്ടി തുടങ്ങി. BSF-ന്റെ നേതൃത്വത്തിൽ കേന്ദ്രസേന അവിടെ ബംഗാൾ വളഞ്ഞ് കൃത്യമായി നിലപാടെടുക്കുന്നു. സുവേന്ദു അധികാരി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു. മമത TMC പിരിച്ചുവിടുമോ? നമ്മൾ കേരളത്തിലിരുന്ന് ബംഗാളിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പഴയൊരു ബംഗാൾ, അത് ചുവന്ന ബംഗാൾ എന്ന് അറിയപ്പെട്ടു. പുതിയ ബംഗാളിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത് കാവ്യ ബംഗാളായി മാറി. ബംഗാളിന് വരുന്ന മാറ്റത്തിൽ ബംഗാളിൻ്റെ അതിർത്തി പ്രധാനപ്പെട്ടതാണ്. കേരളം പോലെ നമുക്ക് ബംഗാളിൻ്റെ രാഷ്ട്രീയ മാറ്റത്തെ വിശകലനം ചെയ്യാനാവില്ല. കാരണം ബംഗാളിൻ്റെ രാഷ്ട്രീയം എപ്പോഴും ബംഗ്ലാദേശിലെ അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ബംഗാളിലേക്ക് ഒരുപാട് ബംഗ്ലാദേശികൾ കടന്നു വന്നപ്പോൾ അവിടെ തദ്ദേശീയരായ ആളുകൾക്ക്, അത് മുസ്ലിമോ ഹിന്ദു എന്നുള്ളതല്ല പ്രശ്നം, തദ്ദേശീയർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂർ, അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകൾ പെരുമ്പാവൂർ ജനതയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ രൂക്ഷമായി മാറിയ ഒരവസ്ഥയിലാണ് ബംഗാളിനെ പൊതുവെ നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതിനെതിരെ ഒരു മൈൻഡ് സെറ്റ് ബംഗാളിൽ ഡെവലപ്പ് ചെയ്തു വരികയാണ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് BJP അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. സുവേന്ദു അധികാരി മമതാ ബാനർജിക്കൊപ്പം നിന്ന് മമതാ ബാനർജിയുടെ വലങ്കയെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്താണ്, അതിനകത്ത് എന്ത് രാഷ്ട്രീയമാണ് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എളുപ്പത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ പൊളിക്കാനായിട്ട് പറ്റുന്നത്. കാരണം തൃണമൂൽ എന്താണ് അറിഞ്ഞിട്ട് പുറത്തു നിന്ന്, അതായത് തൃണമൂലിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒരുതരം സ്പൈ വർക്കായി. എന്താണ് തൃണമൂൽ, എങ്ങനെ തൃണമൂലിൽ ആൾ വരുന്നു, എങ്ങനെ തൃണമൂലിൽ നിന്ന് പുറത്താക്കാം ആളുകളെ, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പുറത്തിറങ്ങുകയും മമതയെ തന്നെ വെല്ലുവിളിക്കുകയും മമതയെ പരാജയപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ മമതയുടെ ഉദയവും അതേപോലെ അസ്തമനവും എന്ന് പറയുന്നത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പൊളിറ്റിക്സുമായി ഇടകലർന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സുവേന്ദു അധികാരി എന്ത് ചെയ്തു? എല്ലാ ബംഗാളികളെയും പുറത്താക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശികൾ, ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളെ മുഴുവൻ പുറത്താക്കുന്നു, വേലി കെട്ടുന്നു. ബംഗാളികൾ ഹാപ്പിയാണ്. നമ്മളിവിടെ നിന്ന് കാണുന്ന പോലെയല്ല അത്. അതുകൊണ്ട് ആ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ BJP-യുടെ ഹാപ്പിനെസ്സായി മാറി. ഇതാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ എല്ലാ MP-മാരും, എല്ലാ MLA-മാരും, എല്ലാ കൗൺസിലർമാരും ഒരു കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് തങ്ങൾ ഇതുവരെ തൃണമൂലിനൊപ്പം നിന്നു? അതിനവർക്ക് ഉത്തരവുണ്ട്. തൃണമൂലാണ് ബംഗാൾ ഭരിക്കുന്നത്. ഇനി എന്തിന് തൃണമൂലിനൊപ്പം നിൽക്കണം? തൃണമൂൽ ഒരിക്കലും ഇനി അധികാരത്തിലേക്ക് തിരിച്ചു വരില്ല. അതുകൊണ്ട് അവർ കുട്ടപ്പലായനം നടത്താനായിട്ട് തീരുമാനിക്കുന്നു. എവിടെ പോവും? അധികാരമുള്ള സ്ഥലം. അത് BJP. അതുകൊണ്ടാണ് ഒരുപാട് MP-മാർ കൂറുമാറ്റ നിയമത്തെ അതിജീവിച്ച് പുറത്തു കടക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ BJP-യിലേക്ക് ചേരുന്ന സമയത്ത് BJP അവരെ സ്വീകരിക്കുന്നു. അവർക്കെതിരെ ഒരു നടപടികളുണ്ടാവില്ല. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അവർക്ക് ശക്തി വരും.
എന്നാൽ തൃണമൂലൊപ്പം നിൽക്കുന്ന മറ്റുള്ള ആളുകൾ അവരെ BJP ഉപദ്രവിക്കുകയും ചെയ്യും. ഇത് കൃത്യമായി തിരിച്ചറിയുന്നതിൻ്റെ ഫലമായിട്ടാണ് ആളുകളുടെ ചാഞ്ചാട്ടം വർദ്ധിക്കുന്നത്. ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് തൃണമൂലിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യയശാസ്ത്രത്തിന് ശക്തി ഉണ്ടായിരുന്നു പറഞ്ഞാൽ CPM അതുപോലും തകർന്ന് തരിപ്പണമായി പോവുകയാണ്. കാരണം ആളുകൾ കൂട്ടമായിട്ട് പോകുന്നു. അന്ന് തൃണമൂലിലേക്കാണ് അവർ പോയത്. തൃണമൂൽ CPMൻ്റെ പാർട്ടി ഓഫീസുകളെല്ലാം പിടിച്ച് പെയിൻ്റ് അടിച്ച് തൃണമൂലാക്കി. അനധികൃതം, ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. വലിയ ഗുണ്ടാ സെറ്റപ്പിലാണ് എല്ലാ കാര്യങ്ങളും. അത് മാറി, അത് മാറ്റി BJP. അങ്ങനെയാണ് BJP ഭരണം അല്ലെങ്കിൽ ഭരണത്തിലേക്ക് കടക്കാനായിട്ട് കഴിയും. അടിയന്തരമായിട്ട് ബംഗാളിൽ ചെയ്യേണ്ടത് ബംഗാളിനെ പരിഷ്കരിക്കുക എന്നുള്ളതാണ്, പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. അവർക്ക് വിദ്യാഭ്യാസം നൽകുക, അവർക്ക് പണി നൽകുക, അതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുക. നമ്മളുടെ ഇവിടെ ഇപ്പോൾ കേരളത്തിലെ പല തൊഴിൽശാലകളും പ്രവർത്തിക്കുന്നില്ല. തിരഞ്ഞെടുപ്പായിട്ട് അവർ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു എന്ന് വരും? പെരുന്നാൾ കഴിഞ്ഞ് വരും സാർ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നുവെച്ചാൽ നാളെ മറ്റന്നാളോ നമുക്കവരെ വീണ്ടും കാണാം. അവരിവിടുന്ന് പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടുത്തെ പച്ചക്കറിക്കട, അതേപോലെ ചായക്കട, പിന്നെ അതുപോലെ ഒരുപാട് സംരംഭങ്ങൾ ഒക്കെ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ പറയുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചല്ലോ എന്ന് പറഞ്ഞ് വാർത്ത വരും എന്ന് മാത്രമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഏതാണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അവരാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളം ഇതിനൊക്കെ ഇനി കുറെ കഴിയുമ്പോൾ സമാധാനം പറയുന്നത്. അവർ കൂലിയും കൂട്ടിയിട്ടുണ്ട്. പക്ഷേ 1700 രൂപയൊക്കെ ആക്കി കൂലി. അവർ തന്നെ ഡിമാൻഡ് ചെയ്യുന്നു. തൊഴിൽ സംഘടനകളൊന്നും ഇല്ലാതെ തന്നെ അവർ പ്രഖ്യാപിക്കുകയാണ്, ഇത്രയും കാശന്നെ ഞങ്ങൾ പണിയാ, ഇല്ലെങ്കിൽ ചേട്ടായില്ല ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞു പോകുന്നു അല്ലേ? അങ്ങനത്തെ സ്ഥിതി. അതായത് പുതിയ പ്രതിസന്ധികൾ ഉണ്ടാകുകയാണ്. ആ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന സമയത്തെങ്കിലും കേരളത്തിലെ ആളുകൾക്ക് തിരിച്ചറിവുണ്ടാവുന്നുണ്ട്. കേരളത്തിലെ വലിയ മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്, കേരളത്തിൻ്റെ പുരോഗതി. കാരണം നമ്മുടെ സംസ്ഥാനത്തുള്ള തൊഴിൽ നമ്മൾ ചെയ്യുകയും അതിൻ്റെ വരുമാനം നമ്മളിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സമൃദ്ധി എന്ന് പറയുന്നത് ഉണ്ടാകും. കൂലി കൂടുതൽ വാങ്ങാം. പക്ഷേ നമ്മളുടെ സംസ്കാരത്തിൽ വന്ന ഒരു വലിയ തകരാറ് പണിയെടുക്കില്ല, കൂലി വേണം എന്നുള്ള യൂണിയൻ എന്നും പറഞ്ഞ്. അപ്പോൾ യൂണിയനുകളെല്ലാം ട്രേഡ് യൂണിയനിസത്തിൻ്റെ ഒരു വലിയ മെനക്കേടായിരുന്നു. അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിസം കേരളത്തിലുണ്ടാക്കിയ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികളിലൊന്നാണ് അത്. പണിയെടുക്കേണ്ടതില്ല, പക്ഷേ നമുക്ക് കൃത്യമായിട്ട് കൂലി കിട്ടിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ നമുക്കിങ്ങനെയുള്ള സർക്കാർ ഓഫീസുകളുടെയൊക്കെ സ്ഥിതി ഇത് തന്നെയാണ്. കുറേ യൂണിയനുകളൊക്കെ ഉണ്ട്. ആ യൂണിയനുകളൊക്കെ ഈ സർക്കാർ ജീവനക്കാർ മര്യാദക്ക് പണിയെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ തിരുത്തേണ്ടി വരും. ഇതൊക്കെ തിരുത്തിയില്ലെങ്കിൽ കേരളത്തിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളിലേക്ക് തിരിച്ചു പോവാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിനെ കുറിച്ചാണ്. അപ്പോൾ ബംഗാളിൽ നിന്ന് ഒരുപാട് ആളുകൾ കേരളം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നു. ബംഗാളിലേക്ക് ബംഗ്ലാദേശികൾ ഒരുപാട് കയറി. ആ ബംഗ്ലാദേശികളെ ഇപ്പോൾ സുവേന്ദു അധികാരി എന്ത് ചെയ്തിരിക്കുന്നു? തടഞ്ഞിരിക്കുന്നു, വേലി കെട്ടിയിരിക്കുന്നു, പുറത്താക്കും. അപ്പോൾ നാളെ ബംഗാളിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബംഗ്ലാദേശികളില്ലാത്ത രാഷ്ട്രീയമായി മാറും. അത് തൃണമൂൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാവും. കാരണം ഏതാണ്ട് 90 ലക്ഷം പേരെയാണ് ആ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ ഈ 90 ലക്ഷത്തിൽ കുറേയധികം ആളുകൾ ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇവിടുത്തെ പൗരന്മാരായിട്ട് തന്നെ നിലനിൽക്കുന്നവരുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. മറ്റുള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകേണ്ടവരാണ്. അവർ പോകണം. അവർ പോയി കഴിയുമ്പോൾ ആ വോട്ട് ബാങ്ക് സമ്പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോവുകയും തൃണമൂൽ ഇനി ഒരിക്കലും ജയിക്കില്ല എന്ന് തൃണമൂലിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ കരുതുകയും ചെയ്യുമ്പോൾ അവർ രക്ഷാമാർഗം അന്വേഷിക്കുകയും തൃണമൂലിൽ നിന്ന് ചാടിപ്പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പം തന്നെ കുറേയധികം കൗൺസിലർമാർ ചാടി, MLAമാർ ചാടാൻ നിൽക്കുന്നു, MP മാർ ചാടാൻ നിൽക്കുന്നു. റെഡി ടു ജമ്പ് എന്ന് പറയുന്ന വാക്കാണ് തന്നെ ഉപയോഗിച്ചത്. ശരിയാണ്. നമ്മൾ റെഡി ടു ഒക്കപ്പേ എന്നൊക്കെ പറയുന്ന വാക്കുകളാണ് കേട്ടുള്ളത്. ഇതൊരു ചാടാൻ നിൽക്കണേ.
അവർ ചാടും. അങ്ങനെ ചാടട്ടെ. അങ്ങനെ ചാടിയ കാലത്തിന്റെ നാളത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മാറുന്ന രാഷ്ട്രീയമാണ്. ബംഗാളിൻ്റെ അവിടെ തൃണമൂലം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ സംശയമാണ് ശരിക്കും പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.